ഫൈനൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നത്. എന്നിട്ട് രാത്രി ഞാൻ ഷോപ്പിങ്ങിന് പോയ കാര്യം എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി അതേപോലെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുധനാഴ്ച നോമ്പാവുന്നുള്ള പ്രതീക്ഷ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും വാങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നോമ്പാണെന്ന് അറിഞ്ഞ അന്ന് തന്നെ രാവിലെ തന്നെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഗ്രാൻഡിലേക്ക് അയച്ച് സാധനങ്ങൾ വാങ്ങുകയാണ് കേട്ടോ ചെയ്തത്. നേരിട്ട് പോയി വാങ്ങണമെന്ന് വിചാരിച്ചു നടന്നില്ല. പക്ഷേ അപ്പോഴും ബീഫോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഡേ പത്തിരിയും ബീഫും ആക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മൾ വിചാരിച്ച ലോക്കൽ ബീഫൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ചിക്കനാണ് വാങ്ങിയത്. ചിക്കൻ വറുത്തരച്ച് കറിയാക്കാം. അതേപോലെ പത്തിരി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഞാൻ കുറച്ച് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തേക്ക് മെയിൻ ഫുഡായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിള്ളേരെല്ലാവരും നോമ്പ് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഫൈനൽ എക്സാമും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒരാൾക്ക് സ്റ്റഡി ലീവാണ്. ഫൈനൽ എക്സാമും കൂടി ഇതിൻ്റെ കൂടെ വന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ നോമ്പായിട്ട്. രാത്രിയാണെങ്കിലും തറാവീനൊക്കെ പോയി വന്നിട്ട് പിള്ളേരെ പഠിപ്പിക്കാനിരുത്താന്ന് പറയുന്നത് നല്ലൊരു ചടങ്ങാണ്. പിള്ളേർക്ക് എക്സാം ആണെന്നുള്ള വിചാരമോ കാര്യങ്ങളോ തീരെ ഇല്ലാത്തതുകൊണ്ടും നമുക്ക് അതിനെപ്പറ്റി ഭയങ്കര ടെൻഷൻ ഉള്ളതുകൊണ്ടും എക്സാമും നോമ്പും കൂടിയായിട്ട് നല്ല ജഗപുകയാണ് എന്തായാലും. അപ്പോൾ സ്നാക്സായിട്ട് ഞാൻ ചിക്കൻ്റെ ബണ്ണുണ്ടല്ലോ അതും നമ്മുടെ സമൂസയാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ സമൂസ ഇല്ലാതെ എങ്ങനെ നോമ്പ് തുറക്കും? വീട്ടിലുണ്ടാക്കുന്ന സമൂസ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യലാണ്. പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഭയങ്കര ഹെവി ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതിന് ഭയങ്കര ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഡ്രിങ്കായിട്ട് റൂഹഫ്സയാണ് കേട്ടോ ഉണ്ടാക്കിയത്. വാട്ടർ മെലണും റൂഹഫ്സയും പാലും പിന്നെ അതിലേക്ക് കസ്കസ് വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തതും. സമൂസയ്ക്ക് നോർമൽ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് അതിൻ്റെ മസാലയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് വേവിച്ചെടുത്തതിന് ശേഷം സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റി കുറച്ച് പൊടികൾ മാത്രം ഇട്ടിട്ട് ചിക്കനും മിക്സ് ചെയ്തിട്ട് പിന്നെ സമൂസ ഷീറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലാണ് കേട്ടോ റോളാക്കി എടുത്തത്. ആ സെയിം മസാലയിലേക്ക് തന്നെ ഞാൻ കോൺ ഉണ്ടായിരുന്നു കുറച്ച് ഫ്രോസൺ, അതും മിക്സ് ചെയ്ത് കുറച്ച് ചീസും കൂടി ഇട്ടിട്ട് ബണ്ണിൻ്റെ മുകളിൽ വെച്ചിട്ട് മൈക്രോവേവ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് 2 മിനിറ്റ്. അപ്പോൾ 2 in 1 പോലെ തന്നെ ഒരേ സാധനം തന്നെ നമുക്ക് 2 സ്നാക്സ് ആയിട്ട് അങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. ചെറിയൊരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തി. പിന്നെ ആരും നമ്മുടെ നിസ്കാര കാര്യങ്ങളൊന്നും കഴിഞ്ഞ് ആരും ഫുഡ് കഴിക്കലില്ല. കഴിക്കുമ്പോൾ ഒരു 10-11 മണിയൊക്കെ എന്തായാലും ആയിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ തറാവീഹ് നിസ്കാരവും കാര്യങ്ങളൊക്കെ 8:45-9 മണിയോടുകൂടി തന്നെ കഴിയും. ഹാസിം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പോവാറില്ല. ഇക്കായാണ് കേട്ടോ പള്ളിയിൽ പോവാറ്. ഇക്കായും പിള്ളേരൊക്കെ പോവും. ഞാൻ വീട്ടിൽ തന്നെയാണ് നിസ്കരിക്കാറ്. റമദാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടുത്തെ റുട്ടീനും കാര്യങ്ങളൊക്കെ മാറി. രാത്രി കിടക്കുമ്പോൾ 12 മണിയാവും. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും സ്കൂളില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ ഇടയത്താഴം എഴുന്നേറ്റ് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും കിടന്നുറങ്ങും. ഒരു 11 മണി വരെ കിടന്നുറങ്ങും. അതുകൊണ്ട് തന്നെ രാത്രി ആർക്കും ഉറക്കില്ല കേട്ടോ. ഹാസിം അടക്കം 1 മണിയൊക്കെ ആവും രാത്രി കിടക്കാനായിട്ട്. ഞാനും ഒരു 12 മണിയോടുകൂടിയാണ് കേട്ടോ മെയിൻ ഫുഡ് കഴിക്കുക. പിന്നെ ഇടയത്താഴമാണെങ്കിലും 2 മുട്ടയാണ് ഞാൻ കഴിക്കാറ്. ഇക്കായാണെങ്കിലും ജിമ്മിൽ പോകുന്നതുകൊണ്ട് തന്നെ ചിയാ സീഡ് രാത്രി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കും. ചിയാ സീഡ്സും പാലും തൈരും കൂടി മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് രാവിലെ അതിൽ ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഹണിയൊക്കെ ഒഴിച്ചിട്ട് അതാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ 2 എഗ്ഗ് ബുൾസൈ ചെയ്തതും കൂടിയായിട്ടാണ് കഴിക്കുന്നത്. ഫസ്റ്റത്തെ ദിവസം നമുക്കൊരു ഹറിബറി ആയിരിക്കും കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ എല്ലാം ചെയ്തിട്ട് തീരുമോ, നമുക്ക് ചെയ്യാൻ പറ്റുമോ, ആ സമയമാകുമ്പോഴത്തേനും എല്ലാ ഫുഡും ആവുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ സെറ്റാവും. കാരണം നമ്മൾ ഇത്രയും ദിവസം നടന്നു വന്ന ആ ഒരു റുട്ടീനിൽ നിന്ന് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനാണ്. എനിക്ക് വൈകുന്നേരം ആയപ്പോഴത്തേനും എല്ലാം കൂടി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ആയിരുന്നു. പിന്നെ അതങ്ങനെ അങ്ങോട്ട് സെറ്റായി വന്നു. പിറ്റേ ദിവസം തന്നെ ഞാൻ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ ഇക്കാനോട് പറഞ്ഞു വേഗം തന്നെ വരണം, പോയാലും ഒരുപാട് ലേറ്റ് ആവാൻ നിൽക്കരുതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ റമദാൻ അൽഹംദുലില്ലാ നല്ല രീതിയിൽ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയി. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ഇടിയപ്പം മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അപ്പോൾ തലേ ദിവസത്തെ സമൂസയുടെ ചിക്കൻ മസാല ബാക്കി ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും ബാക്കിയാവുന്നത് പിറ്റേന്ന് തന്നെ എടുത്ത് തീർന്നിട്ടില്ലെങ്കിൽ ഫ്രിഡ്ജിൽ എപ്പോഴും ടൈറ്റ് വരും കേട്ടോ. അപ്പോൾ അതിലേക്ക് ചിക്കൻ കുറച്ച് കുറവുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചും കൂടി ചിക്കൻ വേവിച്ചതും ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്ത് മസാല ആക്കണ്ടേ അല്ലെങ്കിൽ എന്ത് സ്നാക്സ് ആക്കണ്ടേന്ന് ഒരു ഐഡിയ ഒന്നുമില്ല. പക്ഷേ ചിക്കൻ്റെ ഒരു മസാല അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഓൾറെഡി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് കട്ട് ചെയ്തിട്ട്
അതിലേക്കൊരു നോർമൽ മാരിനേഷനാണ് കേട്ടോ. നമ്മുടെ ഒനിയൻ പൗഡർ, ഗാർലിക് പൗഡർ, പാപ്രിക്ക, ചില്ലി ഫ്ലേക്സ്, സോൾട്ട്, പെപ്പർ, ഓയിൽ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് തലേ ദിവസത്തെ കുറച്ച് ചിക്കൻ ബാക്കി ഉണ്ടായിരുന്നു, അതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ സത്യം പറഞ്ഞാൽ നോർമൽ മസാലയായിരുന്നു, നാടൻ മസാലയായിരുന്നു. അതും ഇതും കൂടി ആഡ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ചെറിയ പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് മസാലയൊക്കെ ആഡ് ചെയ്ത് വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇടിയപ്പത്തിന് പൊടി വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാക്കും, കാരണം 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഭയങ്കര പണിയാണ് കേട്ടോ എനിക്ക് എപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും 2 ദിവസത്തേക്ക് ഉണ്ടാക്കും. അപ്പോൾ ഞാനൊരു അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് വരിക. എന്തായാലും ഒരു 4 മണിയാവും. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ആദ്യം തന്നെ ഇടിയപ്പത്തിന് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ടക്കറി ആക്കാനായിട്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ അതിലേക്ക് സവാളയും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നന്നാക്കി അതും വഴറ്റാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചിക്കൻ കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പൊടികൾ മാത്രം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുട്ടക്കറിയുടെ സവാള കാര്യങ്ങളൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും നന്നായിട്ടൊന്ന് ഇട്ട് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറ്. ഇനി തേങ്ങാപ്പാൽ എടുക്കാൻ മടിയാണെങ്കിൽ നമ്മുടെ നോർമൽ പാലുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അതാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം മുട്ടക്കറി എനിക്ക് കാക്കും മതി, പിള്ളേർക്ക് തലേ ദിവസത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട്. അപ്പോൾ പഴയത് എന്തായാലും തീർത്തിട്ട് തന്നെ പിറ്റേ ദിവസം എടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണത്. അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ബാക്കി വരും, വേസ്റ്റ് വരും. അങ്ങനെ ഉണ്ടാവരുതെന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് കേട്ടോ. ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ച് പിറ്റേ ദിവസം എടുത്ത് തീർക്കണം. ഒന്നും ലെഫ്റ്റ് ഓവർ ഒരുപാട് പഴകി വേസ്റ്റ് ആവരുതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാറുമുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ വേറൊരു പാനിൽ ഞാൻ ഓയിൽ വെച്ചിട്ട് നമ്മുടെ ചിക്കൻ വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഒറിഗാനോ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ തലേ ദിവസത്തെ ചിക്കൻ്റെ മസാല ഞാൻ നല്ല ചൂടാക്കിയിട്ട് അതൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കി ഷ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം പഴയ മസാലയായിട്ട് മിക്സ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. അപ്പോൾ ചിക്കൻ്റെ മസാല വെച്ചിട്ട് നമ്മുടെ സ്പ്രിങ് റോൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഫ്രീസറിൽ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു സ്പ്രിങ് റോളും ഉണ്ടാക്കാം. പിന്നെ അതിൽ നിന്ന് കുറച്ച് മസാല ബാക്കി എടുത്തിട്ട് അതിലേക്ക് മയോണൈസും കെച്ചപ്പൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ പോക്കറ്റ് ഷവർമ ഉണ്ടല്ലോ അതും ഉണ്ടാക്കിയെടുക്കാമെന്നായിട്ട് വിചാരിക്കണേ. അപ്പോൾ സ്നാക്സ് റെഡിയായി. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഷെൽഫ് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് നല്ല പഴുത്ത ഏത്തപ്പഴം ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും നാളത്തേക്ക് അത് കേടാവും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് പഴംപൊരിയും കൂടെ ആക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മുട്ടയൊക്കെ അതേ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് അതും കൂടി കറിയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മുട്ടക്കറി അവിടെ കിടന്ന് സെറ്റായിക്കോളും. അപ്പോൾ ഞാനിന്ന് 4 മണിക്ക് വന്നെങ്കിലും എനിക്ക് ഇടിയപ്പം ആക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോഴത്തേനും ഒരു 5:30 ആയപ്പോഴത്തേനും എന്തായാലും ഇടിയപ്പത്തിന് നിൽക്കണ്ടെന്ന് വിചാരിച്ചു, കാരണം കുറച്ച് ഹറിബറിയാവും. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് ഞാൻ പറഞ്ഞല്ലോ ഒക്കെ ജിമ്മിലൊക്കെ പോയി തറാവീനൊക്കെ പോയി വന്ന് രാത്രി ചിലപ്പോൾ ഒരു 10-11 മണിയൊക്കെ ആവും എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ. സ്നാക്സും ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞ് പിള്ളേർ പഠിക്കാനിരിക്കും, പിന്നെ തറാവീന് പോവും വരും. ആ സമയത്തൊക്കെ സ്നാക്സും കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ തിന്നും കുടിച്ചൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ മെയിൻ ഫുഡ് കഴിക്കാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് വിശപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോമ്പ് തുറന്നിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പഴംപൊരിയുടെ മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മൈദയും മഞ്ഞൾപ്പൊടിയും ഏലക്ക ചതച്ചതും ഉപ്പും പഞ്ചസാരയും കൂടിയാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇത് പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, ബാക്കി ഉണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഉള്ള പഴം മൊത്തം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കാരണം ഇനി അത് ഇരുന്നിട്ടുണ്ടെങ്കിൽ കേടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പഴം ഒന്ന് ബോക്സിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പണി നമ്മുടെ പോക്കറ്റ് ഷവർമയും സ്പ്രിംഗ് റോളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞിട്ട് പഴംപൊരി ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഞാൻ സ്പ്രിംഗ് റോളിനുള്ളത് മാറ്റിയിട്ട് ബാക്കിയുള്ള ചിക്കനിലേക്ക് ഇതേ മയോച്ചപ്പ് ആഡ് ചെയ്യണം. മയോണൈസും കെച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ട് പോക്കറ്റ് ഷവർമയിൽ വെച്ച് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. ആദ്യം രണ്ടിലേക്കും ഞാൻ സെപ്പറേറ്റ് മസാല ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു രണ്ടിലും ഒരേപോലെ തന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഡിഫറൻസ് ഉള്ളത് പോക്കറ്റ് ഷവർമയിൽ കുറച്ച് ചീസ് ആഡ് ചെയ്യുന്നുണ്ട്, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. അങ്ങനെ ലാസ്റ്റ് എല്ലാ ചിക്കൻ മസാലയിലേക്കും ഞാൻ മയോണൈസും കെച്ചപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ സ്പ്രിംഗ് റോള്.
അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇതേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇത് ഒട്ടിക്കേണ്ട ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് റോൾ ചെയ്ത് വരുമ്പോൾ തന്നെ അങ്ങനെ ഒട്ടിപ്പൊക്കോളും. പക്ഷേ പോക്കറ്റ് ഷവർമയിൽ 2 സമൂസ ഷീറ്റ് എടുക്കുന്നതുകൊണ്ട് തന്നെ മൈദ വെച്ചിട്ട് ഒട്ടിച്ച് തന്നെ റോൾ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഓപ്പൺ ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അങ്ങനെ സ്പ്രിംഗ് റോളും ഒരു 5-6 എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പോക്കറ്റ് ഷവർമയ്ക്ക് അതേ വീഡിയോയിൽ കാണുന്ന പോലെ സമൂസ ഷീറ്റ് ക്രോസ് ചെയ്തും നേരെയും ഓരോന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് എന്ത് മസാല വേണമെങ്കിലും ആഡ് ചെയ്യുക. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയത്. ഇതിൽ നമുക്ക് ക്യാരറ്റും ക്യാപ്സിക്കം ഒക്കെ ചെറിയ രീതിയിൽ ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിലും നല്ലതാണ്. ഇവിടെ പിള്ളേർക്ക് ക്യാപ്സിക്കം തീരെ ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. എന്നിട്ട് മൈദ നമ്മുടെ വെള്ളത്തിൽ മിക്സ് ചെയ്തത് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ സൈഡും ഒട്ടിച്ച് ബോക്സ് പോലെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ മസാല ഞാൻ ബാക്കിയാക്കിയിട്ടില്ല, അത് വെച്ചിട്ട് കംപ്ലീറ്റ്ലി റോളും അതേപോലെ പോക്കറ്റ് ഷവർമ ആക്കി എടുത്തിട്ടുണ്ട്. കാരണം തലേ ദിവസത്തെ മസാലയും ബാക്കിയുണ്ടല്ലോ, അപ്പോൾ ഇനി അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഫ്രൈ ചെയ്തത് ഞാൻ ആവശ്യത്തിനാണ് കേട്ടോ. ഇന്നത്തേക്ക് മാത്രമുള്ളത് ഫ്രൈ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കാമെന്നാണ് വിചാരിക്കണേ. അങ്ങനെ നമുക്കൊരു പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ഫുഡൊന്നും ബാക്കിയാവാതെ നമുക്ക് റമദാൻ കഴിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ പകലൊന്നും നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ അത്യാവശ്യം ലെഫ്റ്റ് ഓവർ വരുന്നത് പിറ്റേ ദിവസം തന്നെ എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതിയാവും. അങ്ങനെ നമ്മുടെ സ്നാക്സിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കിച്ചൺ അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ സ്നാക്സ് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ കിച്ചൺ അപ്പോൾ ക്ലീൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് മിസ്സാവാതെ നമുക്ക് അടുത്ത പണിയിലേക്ക് ഇറങ്ങാൻ പറ്റും. അതല്ലെങ്കിൽ എല്ലാ പണിയും കഴിയുമ്പോഴത്തേനും നമുക്ക് കിച്ചൺ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വട്ട് പിടിക്കണ പോലെ തോന്നും. അപ്പോൾ ഓരോരോ പണികൾ കഴിയുമ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് പാത്രങ്ങൾ ഒതുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ഇടയിൽ പഴയത് ഉണങ്ങിയ പാത്രങ്ങളുണ്ടെങ്കിൽ അതെടുത്ത് വെക്കുക. അതിന് ശേഷം നമ്മുടെ കഴുകിയ പാത്രങ്ങൾ കഴുകി സൈഡിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്ക് ജ്യൂസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ മാംഗോ ഒരെണ്ണം വാങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല നാരുള്ള ടൈപ്പ് മാങ്ങയാണ്, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ. ഒറ്റ മാങ്ങ മതിയായിരുന്നു, അതിന് നല്ല പീസുള്ള മാങ്ങയായിരുന്നു, വലിയ സൈസും ആയിരുന്നു. അപ്പോൾ അതും കുറച്ച് പാലും ഒരു 1-2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ജ്യൂസ് അടിച്ചു. എന്നിട്ട് അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. കുറച്ച് നാരുള്ളതുകൊണ്ട് തന്നെ അരിച്ചെടുത്താലാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ലാസ്റ്റ് മിനിറ്റ് ഒരു 5:30 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പഴംപൊരി ആണെങ്കിലും പോക്കറ്റ് ഷവർമ ആണെങ്കിലും സ്പ്രിംഗ് റോളും കാര്യങ്ങളൊക്കെ സെറ്റായി. ടേബിൾ മേക്ക് ഇതെല്ലാം വെച്ചു. ഇവിടെ മാംഗോ ജ്യൂസും അവക്കാഡോയും നല്ല റണ്ണിങ് ആണ് കേട്ടോ. പിള്ളേരും എല്ലാവരും കുടിക്കുന്ന ജ്യൂസുകളിൽ ഉള്ള കുറച്ച് ജ്യൂസുകളാണ് ഇതൊക്കെ. അവക്കാഡോ ആണെങ്കിലും ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ മാംഗോയും ഹാസമിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ആൾ കുടിച്ചോളും. ഞാൻ പൊതുവേ ജ്യൂസ് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിള്ളേർ കട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് തന്നെ ജ്യൂസ് അടിച്ച് കൊടുക്കലില്ല. അപ്പോൾ ഇക്ക എപ്പോഴും പരാതിയാണ് പിള്ളേർക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിക്കും ഷുഗറൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ച് കൊടുക്കുന്നതിനേക്കാളും എന്തായാലും നോർമലി കട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നതല്ലേ നല്ലതെന്ന്. അങ്ങനെ എല്ലാവരും തറാവീന് പോയി. ഞാനും ഇശാ നിസ്കാരവും തറാവിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നതാണ്. ഇടിയപ്പം ആക്കിയിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ. നോമ്പിന് മുമ്പ് നമുക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. നോമ്പ് പിടിച്ച് കഴിഞ്ഞ് നമ്മൾ നോമ്പ് വീട്ടിൽ കഴിയുമ്പോഴാണ് കേട്ടോ നമുക്ക് ഭയങ്കര ടയേർഡ് ഫീൽ ചെയ്യുക. ഇപ്പോൾ ഒരു 9:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇടിയപ്പം പീച്ചി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട. ഓൾറെഡി വെന്ത പൊടിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി വരുമല്ലോ. ഒരു ട്രിപ്പ് ആകുമ്പോൾ തന്നെ നമുക്ക് രാത്രി കഴിക്കാനുള്ളതാവും. പിന്നെ നമുക്ക് ഇടയത്താഴത്തിന് മതിയല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇടിയപ്പമായി. ഇന്ന് തറാവിസ്കാരം കഴിഞ്ഞ് ഞാനൊരു 10 മിനിറ്റ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടാണ് കേട്ടോ എണീറ്റ് വന്നത്. ഇനി ഒരു 1 മണി 2 മണി വരെ നിൽക്കാനുള്ള സ്റ്റാമിനയുണ്ട് എന്തായാലും. അങ്ങനെ പിള്ളേർക്ക് ഇടിയപ്പവും ചിക്കൻ കറിയും ഞങ്ങൾ മുട്ടക്കറിയും ഇടിയപ്പമൊക്കെ കൂട്ടിയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇക്ക ജിമ്മിൽ പോകുന്നതുകൊണ്ട് തന്നെ രാത്രി ചിയാ സീഡും കാര്യങ്ങളൊക്കെ ഓവർനൈറ്റ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ബുൾസയും അതാണ് കേട്ടോ ഇക്ക കഴിക്കുന്നത്. എനിക്ക് അതും കഴിക്കാനുള്ള വിശപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മുട്ട മാത്രമാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. പിള്ളേർ ഈ ഒരു ഫുഡ് തന്നെ കഴിക്കും. ഇവിടെ ആർക്കും ചോറ് കറി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് റമദാന് നല്ല പണി കുറവാണ് സത്യം പറഞ്ഞാൽ. ചോറും കറിയും അങ്ങനെ മെയിൻ ഫുഡുകളൊക്കെ ആവശ്യമുള്ള വീടുകളിലാണ് എന്തായാലും കുറച്ചും കൂടി പണി വരിക. കാരണം നമുക്ക് സ്നാക്സും ഉണ്ടാക്കണം, ചോറും ഉണ്ടാക്കണം, ജീരകക്കഞ്ഞി അതൊക്കെ നിർബന്ധമുള്ള വീടുകളിൽ
അത്യാവശ്യം നല്ല പണിയുണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു എന്തെങ്കിലും ഒരു സ്നാക്സ് ആക്കിയാൽ മതി മെയിൻ മെനു ആയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് റമദാൻ 1-ൻ്റെയും 2-ൻ്റെയും ഒക്കെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റമദാൻ മുബാറക്.